ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അവർ ഹാപ്പി വെള്ളിയിലേക്ക് സ്വാഗതം. ഇപ്പം നമ്മൾ പൂരത്തിൻ്റെ പിറ്റേ ദിവസം പകൽപൂരത്തിൻ്റെ അന്ന് വൈകുന്നേരമായിട്ടോ. രാത്രി ഇപ്പം ഇത്ര മണിയായി? ഇപ്പം 7 മണിയായി. അപ്പം നമ്മൾ പന്തലൊക്കെ ഒന്ന് ലൈറ്റിട്ട് കാണണമല്ലോ. അപ്പം പന്തലൊക്കെ ഒന്ന് കാണാൻ പോവാണ്. ആ കാഴ്ചകൾ കണ്ടിട്ട് വരാം. അപ്പം നമ്മൾ വണ്ടിയിലാണ് കേട്ടോ പോണത്. സാധാരണ നമ്മൾ പന്തൽ കാണാൻ പോവാറ് പൂരത്തിൻ്റെ തലേദിവസം അല്ലെങ്കിൽ പൂരത്തിൻ്റെ അന്നൊക്കെയാണ് കേട്ടോ. പക്ഷേ പൂരത്തിൻ്റെ അന്നൊന്നും വണ്ടി അങ്ങോട്ട് വിടില്ല, അങ്ങനെ എന്തൊക്കെയോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവൻ നമ്മൾ തിരുവമ്പാടി അമ്പലത്തിൻ്റെ മുന്നിൽ കൂടാണ് കേട്ടോ പോണത്. ഇതേ അമ്പലം ദീപാലങ്കൃതമായിട്ടുണ്ട്, പിന്നെ ദീപങ്ങളും കത്തിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അന്നൊന്നും പോയില്ല. അപ്പോൾ ഞങ്ങൾ പൂരത്തിൻ്റെ പിറ്റേ ദിവസം പകൽപൂരം നടന്ന ദിവസം രാത്രി ഒരു 7 മണിയൊക്കെ ആയപ്പോഴാണ് പന്തൽ കാണാനായിട്ട് പോണത് കേട്ടോ. അപ്പം നമ്മുടെ തിരുവമ്പാടി അമ്പലത്തിൻ്റെ മുന്നിലുള്ള വഴി കൂടെ നേരെ പോയി കഴിഞ്ഞാൽ പന്തൽ കാണാം. തിരുവമ്പാടി അമ്പലത്തിൻ്റെ പന്തൽ ഇതാണ് കേട്ടോ. തിരുവമ്പാടി അമ്പലത്തിൻ്റെ പന്തൽ എന്ത് ഭംഗിയല്ല, ഗ്രാഫിക്സ് പോലത്തുള്ള ലൈറ്റുകളാണ് ഇപ്രാവശ്യം. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. പിന്നെ അതേ തേക്കങ്കാട് മൈതാനം നിറച്ച് ദീപാലങ്കൃതമാക്കിയിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ദൂരെ കാണുന്ന ലൈറ്റ്സൊക്കെ നമ്മുടെ എക്സിബിഷന് ഉള്ള ഗെയിമിലുള്ള ലൈറ്റും മറ്റുമൊക്കെയാണ്. ഇത് പാർക്കാണ് കേട്ടോ. ദേ നമ്മുടെ പാറമേക്കാവ് അമ്പലം. ഇപ്പോൾ പാറമേക്കാവ് അമ്പലത്തിൻ്റെ ഓപ്പോസിറ്റാണ് കേട്ടോ വടക്കുന്നാഥൻ്റെ കിഴക്കേ നടയും, പിന്നെ അതുപോലെ തന്നെ എക്സിബിഷൻ്റെ ഫ്രണ്ട് സൈഡും. ഇതേ പാറമേക്കാവ് ടെമ്പിൾ, അതും നന്നായിട്ട് ദീപാലങ്കൃതമാക്കി നല്ല മനോഹരമാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഇനി നെക്സ്റ്റ് പന്തൽ കാണാൻ പോവാണ്. വടക്കുന്നാഥൻ്റെ തെക്കേ ഗോപുരം മനോഹരമായ ലൈറ്റുകൾ കൊണ്ട് അലങ്കരിച്ച എന്ത് രസമാണ് നോക്കൂ. ഇവിടെയാണ് ഇന്നലെ തെക്കോട്ടിറക്കം കുടമാറ്റം നടന്ന നമ്മുടെ വടക്കുന്നാഥൻ്റെ തെക്കേ ഗോപുരം നട. മനോഹര കാഴ്ച. ഇനിയിത് ആ ദൂരെ കാണുന്നതാണ് പാറമേക്കാവിൻ്റെ പന്തൽ. ഇതാണ് നമ്മുടെ പാറമേക്കാവിൻ്റെ പന്തൽ. പാറമേക്കാവിന് ഒരു പന്തലേ ഉള്ളൂ കേട്ടോ. തിരുവമ്പാടി 2 പന്തലുണ്ട്, പാറമേക്കാവിന് ഒരു പന്തൽ. പണ്ട് നമ്മളിവിടെ ഇറങ്ങി നിന്ന് എടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വണ്ടി ഇവിടെ നിർത്തി ഇറങ്ങി കാണലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത് പൂരത്തിൻ്റെ അന്നും തലേദിവസമൊക്കെ ഇതുപോലെ ഇറങ്ങി കാണലൊക്കെ ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം എന്തൊക്കെയോ പ്രശ്നങ്ങൾ, വണ്ടി കടത്തില്ല, അങ്ങനെ എന്തൊക്കെയോ അങ്ങനെയൊക്കെ പേപ്പറിൽ കണ്ടു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ആ ദിവസം രാത്രി പോയില്ല, പൂരത്തിൻ്റെ പിറ്റേ ദിവസമാണ് പോയത്. ഇതാണ് കേട്ടോ പാറമേക്കാവ് അമ്പലത്തിന് ഒരു പന്തലേ ഉള്ളൂ, അതാണിത്. ഈ പന്തൽ വരുന്നത് വടക്കുന്നാഥൻ്റെ തെക്കേ നടയിലാണ് കേട്ടോ. അപ്പോൾ ആ തെക്കേ നടയുടെ എൻട്രൻസിൽ ഒരു ലൈറ്റൊക്കെ കാണുന്നില്ല, അവിടെ ഒരു ചെറിയൊരു അമ്പലമുണ്ട്. എന്ത് മനോഹരമല്ലേ പന്തൽ കാണാനായിട്ട്. ഓരോ കൊല്ലവും ഇങ്ങനെ അവർ ചേഞ്ചസ് വരുത്തിക്കൊണ്ടിരിക്കും കേട്ടോ. ഇപ്പോൾ ഒരു നല്ലൊരു ഡിസൈൻ ഗ്രാഫിക്സ് മാതിരിയുള്ള അങ്ങനെ ഒരു ലൈറ്റിങ്സ് ആണ് കേട്ടോ. നോക്കൂ, യെല്ലോ, റെഡ് ആൻഡ് ബ്ലൂ, പിങ്ക് ആൻഡ് വൈറ്റ്, നല്ല മനോഹരമായിരുന്നു കേട്ടോ കാണാനായിട്ട്. അതേ ഇപ്പം ബ്ലൂ ആൻഡ് ഗ്രീൻ, നല്ല രസമുണ്ട് കേട്ടോ. ഇങ്ങനെ മിന്നി നമ്മൾ കളർ പറയുമ്പോഴത്തേക്ക് ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും കേട്ടോ. നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചയായിരുന്നു കേട്ടോ പന്തലിലെ ലൈറ്റിങ്സ്. അപ്പം നമ്മളിങ്ങനെ റൗണ്ട് ചുറ്റിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇറങ്ങിയൊന്നുമില്ല, കാരണം വണ്ടികളുടെ തിരക്കാണല്ലോ. അവിടെ ഇറങ്ങി നിന്ന് കാണാനായിട്ട് വേണമെങ്കിൽ ഇറങ്ങി നിന്നൊക്കെ കാണാം, പക്ഷെ നമ്മൾ വണ്ടിയിൽ ഇങ്ങനെ ചുറ്റി കാണുക ചെയ്തത് കേട്ടോ. വടക്കുന്നതിൻ്റെ ആ സൈഡിലൊക്കെ നിറച്ച് ദീപാലങ്കൃതമാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ തിരുവമ്പാടിയുടെ 2ാമത്തെ പന്തൽ കാണാൻ പോവുകയാണ്, നടുവിലാൽ പന്തൽ. ഇതാണ് തിരുവമ്പാടിയുടെ 2ാമത്തെ പന്തൽ കേട്ടോ. ആദ്യം നമ്മൾ നായ്ക്കനാൽ ഫസ്റ്റ് കണ്ടതും തിരുവമ്പാടിനെയാണ്. ഇപ്പോൾ ലാസ്റ്റ് കണ്ടതും തിരുവമ്പാടിയിലാണ് കേട്ടോ. അപ്പോൾ തിരുവമ്പാടിക്ക് 2 പന്തലാണുള്ളത്. ഇത് നിറച്ച് നല്ല ലൈറ്റ്സ്. വീഡിയോയിൽ അത്ര അങ്ങോട്ട് ക്ലിയർ ആയിട്ട് കാണുന്നില്ല കേട്ടോ. നമ്മൾ നേരിട്ട് കാണുന്നൊരു ഭംഗി വീഡിയോയിൽ കിട്ടുന്നില്ല കേട്ടോ, എന്താണെന്നറിയില്ല. ഇതാണ് വടക്കുന്നാഥൻ്റെ ഫ്രണ്ട് സൈഡ്. പടിഞ്ഞാറോട്ട് അഭിമുഖമായിട്ടാണ് വടക്കുന്നാഥൻ്റെ ഫ്രണ്ട് സൈഡ് നിൽക്കുന്നത്. ഇതാണ് നമ്മുടെ തിരുവമ്പാടിയുടെ 2ാമത്തെ പന്തൽ, നടുവിലാൽ എന്ന് പറയും. ദൂരെ നിന്ന് ഇങ്ങനെ ലൈറ്റുകൾ ഇങ്ങനെ മിന്നിമായുണ്ട്. ഗ്രീൻ, ബ്ലൂ, നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. നേരിട്ട് കാണാൻ നല്ല രസമുണ്ട്. വീഡിയോയിൽ എനിക്ക് തോന്നി ഇപ്പോൾ കാണുമ്പോൾ അത്ര ഭംഗി തോന്നുന്നില്ല കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു നേരിട്ട് കാണാനായിട്ട്. നമ്മൾ വീണ്ടും നായ്ക്കനാലേക്ക്. തൃശ്ശൂർ റൗണ്ടാണല്ലോ, റോഡിൻ്റെ പ്രത്യേകത റൗണ്ടാണ്. വടക്കുന്നാഥൻ്റെ ചുറ്റും റൗണ്ടായിട്ടാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ ഇനി ഒരു റൗണ്ടും കൂടെ, ഇനി നമ്മൾ അടുത്തയിലേക്ക് വന്നു കേട്ടോ. നമ്മൾ ഫസ്റ്റ് കണ്ട പന്തലിൻ്റെ അടുത്തേക്ക് വന്നു. റൗണ്ടാണല്ലോ, അപ്പോൾ ഇങ്ങനെ ചുറ്റി നമ്മൾ
ഫസ്റ്റ് കണ്ട പന്തലിൻ്റെ അടുത്തേക്ക് വന്നു കേട്ടോ. തിരുവമ്പാടിയുടെ ആദ്യത്തെ നായ്ക്കനാലുള്ള പന്തലിൻ്റെ അടുത്തേക്ക് വന്നു. അപ്പം നമ്മളിത് ബാക്ക് സൈഡിൽ നിന്ന്, കാറിൻ്റെ ബാക്ക് സൈഡിൽ നിന്ന് എടുത്തതാണ് കേട്ടോ നായ്ക്കനാൽ പന്തൽ. നമ്മൾ കാറിൽ ഇരുന്ന് എടുക്കുന്നതുകൊണ്ട് തന്നെ പിന്നെ ലൈറ്റ്സുകൾ, വേറെ വണ്ടികളിലെ ലൈറ്റ്സുകളൊക്കെ ഇങ്ങനെ അടിക്കുന്ന കാരണം തന്നെ അത്ര ക്ലിയർ ആയിട്ട് കിട്ടണില്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് 3 പന്തലുകൾ നമ്മൾ കണ്ടത്. അപ്പം ഇന്ന് പൂരപ്പന്തലുകളുടെ കാഴ്ചയായിരുന്നു കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പം വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. താങ്ക്